ഇറാനെതിരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ റദ്ദാക്കിയതായി യുഎസ് പ്രസിഡന്റ്. ഇറാനും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും നിർബന്ധിച്ചുകൊണ്ടാണ് തീരുമാനമെന്നും വിശദീകരണം. അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ കൃത്യവും ശക്തവുമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് സഹായം നൽകുന്ന പ്രാദേശിക രാജ്യങ്ങളും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. ട്രംപ് പിന്മാറിയത് സൗദിയുടെ ഇടപെടലിലൂടെയെന്ന് റിപ്പോർട്ട്. മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് ആക്രമണ പദ്ധതി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആക്രമണം മേഖലയിലാകെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ഊർജ്ജ വിതരണ സംവിധാനങ്ങളെ തകർക്കുമെന്നും സൗദി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ആകെ 10 മരണം, 8 പേരെ കാണാനില്ല, 13 പേർ പരിക്കേറ്റ് ചികിത്സയിൽ. 209 ദുരിതാശ്വാസ ക്യാമ്പുകളായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നും നാളെയും മഴ കനക്കും. കൊല്ലവും തിരുവനന്തപുരവും ഒഴികെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ടയിലും വയനാട്ടിലും നാളെ അവധി. കനത്ത മഴ പെയ്തിട്ടും ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമായില്ല. ഇടുക്കിയിൽ സംഭരണശേഷിയുടെ 37.48% മാത്രം. മുല്ലപ്പെരിയാറിൽ 116.7 അടി. മലങ്കര, കല്ലാർകുട്ടി, പാമ്പിള, കല്ലാർ ഡാമുകൾ തുറന്നു. ഡാമുകളോട് ചേർന്ന ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് യാത്രാ നിരോധനം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രാ വിവാദം തുടരുന്നു. തെറ്റില്ലെന്ന് മന്ത്രിമാർ. ഹെലികോപ്റ്റർ യാത്രയൊക്കെ സ്വാഭാവികമെന്ന് കെ മുരളീധരൻ. മുഖ്യമന്ത്രി മറുപടി പറയുമെന്ന് പി സി വിശ്വനാഥ്. പരിഹസിച്ച് CPM. ലഹരിമുക്ത ഇന്ത്യക്കായി കേന്ദ്ര സർക്കാർ. ലഹരി തുടച്ചു നീക്കാൻ യുവാക്കളെ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി. അടുത്ത 100 ഞായറാഴ്ചകൾ ആ സ്വപ്നത്തിലേക്കുള്ള ചുവടുവയ്പ് നരേന്ദ്രമോദി. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ ലഹരി ഇല്ലാതാക്കണമെന്ന് മോദി. പാകിസ്ഥാനിൽ നിന്നെത്തിയ ലഹരി വസ്തുക്കൾ പിടികൂടി സൈന്യം. 76 കോടിയുടെ ലഹരി പിടികൂടിയത് 4 സംസ്ഥാനങ്ങളിൽ നിന്ന്. കൊച്ചി തീരത്ത് ഒഴിവായത് വൻ അപകടം. രാത്രിയെത്തിയ SSL മുംബൈ കണ്ടെയ്നർ ഷിപ്പിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. തീരത്തേക്ക് അടുത്ത കപ്പലിനെ നിയന്ത്രണ വിധേയമാക്കിയത് പാഞ്ഞെത്തിയ ടഗ് ബോട്ടുകൾ. ബംഗാളിലെ അറസ്റ്റിലായ തീവ്രവാദ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന യുവാവിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന CJP പ്രതിഷേധത്തിനിടെ നുഴഞ്ഞുകയറാൻ പദ്ധതിയിട്ടു. അറസ്റ്റിലായ ഹമീം മൊണ്ടലിന് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് സംശയം. ഇലോൺ മസ്കിന്റെ ആസ്തിയിൽ വൻ കുറവ്. 1.5 മാസത്തിനിടെ 57.23 ലക്ഷം കോടി രൂപ നഷ്ടം. സ്പേസ് X ഓഹരി വില താഴേക്കായത് വിനയായി.